സംസാരിക്കാൻ പോകുന്ന വിഷയം ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഹായ് ഹലോ, വെൽക്കം ടു വെൽനസ് ബൈ പ്രാൺ. ഇന്ന് ഡോക്ടറോട് ചോദിക്കാം എന്നുള്ള പങ്ക്തിയിലേക്ക് നമ്മുടെ കൂടെ ഡോക്ടർ അനുപമ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാഡത്തിനോട് ചോദിച്ചു. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. അതായത് ഇതിന് രണ്ട് രീതികളുണ്ടെന്ന് പറയുന്നത്, വയറുകീറിയുള്ള ശസ്ത്രക്രിയയും കീഹോൾ വഴിയുള്ള ശസ്ത്രക്രിയയും. ഇതിനെക്കുറിച്ചൊന്ന് പറയാം മാഡം, എന്താണ് ഇതിന്റെ വ്യത്യാസം? തീർച്ചയായിട്ടും ഗർഭപാത്രം നീക്കം ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു ഭയമാണ്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്. അപ്പം ഇതിനകത്ത് നമുക്കിപ്പം നമ്മൾ അപ്പൻഡിക്സ് എടുക്കുക അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ എടുക്കുക എന്നൊക്കെ പറയത്തില്ല, അതിനൊക്കെ നമ്മൾ യൂഷ്വലി കീഹോൾ ശസ്ത്രക്രിയ ചെയ്യാറുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് ഗർഭപാത്രം എടുക്കാനും നമുക്ക് കീഹോൾ ശസ്ത്രക്രിയ പറ്റും. എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക് ചിലപ്പോൾ വയറ് തുറന്ന് ഉള്ള സിസേറിയൻ പോലത്തെ മുറിവിട്ട് താഴത്തെ മുറിവിട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ നല്ലൊരു ഭാഗം ആളുകൾക്കും കീഹോൾ വഴി യൂട്രസ് എടുക്കാൻ പറ്റും. കീഹോൾ അല്ലെങ്കിൽ താക്കോൽദ്വാര ശസ്ത്രക്രിയ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയ എന്നാണ് അതിന് ശാസ്ത്രീയമായിട്ട് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ചെയ്യുന്നത് വയറിൽ കുഞ്ഞു കുഞ്ഞു മുറിവിട്ടിട്ട്, കൊച്ച് സ്പോട്ട് പോലത്തെ മുറിവുകൾ ഇട്ടിട്ട് അതിൽ കൂടെയാണ് ക്യാമറ പോലത്തെ ഉപകരണങ്ങൾ അകത്ത് കടത്തിയിട്ട് അത് അങ്ങനെ നോക്കി നമുക്ക് യൂട്രസും എല്ലാം വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും, ചുറ്റുമുള്ള അവയവങ്ങളും ഒക്കെ. അങ്ങനെ നോക്കിയിട്ടാണ് ഇലക്ട്രിക് നമ്മുടെ കരിക്കുക, കട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ട്. വളരെ അത്യാധുനിക ഉപകരണങ്ങളാണ് അവിടെയും വേണ്ടത്. വളരെ ഹൈ പ്രസിഷനുള്ള ക്യാമറ എല്ലാം വേണം. അതുപയോഗിച്ച് നമുക്ക് സുഖമായിട്ട് അതിനെ കട്ട് ചെയ്ത് വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷിച്ച് ചെയ്ത് യൂട്രസിനെ നമുക്ക് എടുക്കാൻ പറ്റും. അത് വളരെ അധികം ശരിക്കും പറഞ്ഞാൽ രോഗിക്ക് പെട്ടെന്ന് തൻ്റെ ദൈനംദിന ജീവിതത്തിലേക്കൊക്കെ പോകാൻ പറ്റും. വലിയ വേദനയും ബുദ്ധിമുട്ടും കാണത്തില്ല. അങ്ങനെ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിയിലൂടെ യൂട്രസ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ കീഹോൾ സർജറി വഴി യൂട്രസ് അത് ചെറിയൊരു ഹോളല്ലേ ഇടുന്നത്, അപ്പം അതുവഴി ഇത്രയും വലിയൊരു യൂട്രസിനെ എങ്ങനെ നീക്കാൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പകുതി ഉള്ളിൽ വെച്ചിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഡൗട്ട്. ഇത് എങ്ങനെയാണ് മാഡം ആക്ച്വലി അത് ചെയ്യേണ്ടത്? നല്ലൊരു ചോദ്യമാണത്. കാരണം ചോദിച്ചിട്ടുണ്ട്, എന്നോട് 1-2 പേര് ചോദിച്ചിട്ടുണ്ടത്. അപ്പൊ യൂട്രസ് ശരിക്കും അവർക്ക് തോന്നും, ന്യായമായി തോന്നുന്നൊരു സംശയമാണ്. ഇപ്പൊ അപ്പൻഡിക്സ് ഒക്കെ പോലെ ചെറിയൊരു അവയവമല്ലല്ലോ. യൂട്രസ് അതുപോലെ കല്ലുപോലെ ഇരിക്കുകയും ചെയ്യാൻ അങ്ങനത്തെ ഒരു അവയവമാണ്. അപ്പൊ യൂട്രസ് എടുക്കണമെങ്കിൽ നമ്മളിപ്പം പ്രസവിക്കത്തില്ലേ ഉൾഭാഗം, യോനി ഭാഗം, അതേപോലെ തന്നെ ഒരു കുഞ്ഞിന്റെ തല വരുന്ന പോലെ തന്നെ യൂട്രസിന്റെ ആ ഒരു ഭാഗമെല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തെ അവിടെ ഒന്ന് ഓപ്പൺ ഉണ്ടാവും ആ ഒരു ഏരിയ. അപ്പൊ ഒരു ബേബിയുടെ ഹെഡ് വരുന്ന പോലെ തന്നെ അതിലേക്കൂടെ നമുക്ക് യൂട്രസിനെ എടുക്കാൻ പറ്റും. ശരി, അങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് ഡൗട്ടാണല്ലോ. മാഡം, ഈ സർജറിക്ക് വേണ്ടിയിട്ട് നമുക്ക് എത്ര ദിവസത്തെ ഹോസ്പിറ്റൽ സ്റ്റേ വേണ്ടി വരും? ഒരു സർജറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ മിനിമം ഓഫ് എത്ര? മിനിമം ഒരു 3 ദിവസം. അതാണ്, അല്ല മിനിമം അല്ല, ശരിക്കും പറഞ്ഞാൽ മാക്സിമം 3 ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ എന്തെങ്കിലും സങ്കീർണതകളുള്ളതാണെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം കൂടെ കൂടുതൽ തങ്ങേണ്ടി വരാറുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും 3 ദിവസം മതി. ഇതിൽ 2 ദിവസം ആകുമ്പോൾ നമുക്ക് വിടാൻ പറ്റും. ചിലപ്പോൾ ചെയ്ത് അന്ന് വൈകിട്ട് തന്നെ വിടാൻ പറ്റുന്ന ആളുകളുണ്ട്. അങ്ങനെയും പറ്റും. കാരണം എന്താ വെച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു സർജനെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്തു പോയി, വളരെ ഇതായിട്ട് ചെയ്തു പോയ വലിയ ബ്ലീഡിങ്ങോ പ്രശ്നങ്ങളോ മറ്റൊരു സങ്കീർണതകളും ഇല്ലാത്ത ഒരു രോഗിയാണെങ്കിൽ അന്ന് തന്നെ വൈകിട്ട് നമുക്ക് തീർച്ചയായിട്ടും വിടാൻ പറ്റും. അത് കഴിഞ്ഞിട്ട്, അതായത് ഇപ്പം വീട്ടിൽ പോയി കഴിഞ്ഞാൽ എത്ര മാസം ഇതിൽ റെസ്റ്റ് എടുക്കേണ്ടി വരും? അതായത് ദൈനംദിന ജീവിതത്തിലേക്ക് എത്ര മാസം റെസ്റ്റ് എടുക്കാം? അങ്ങനെ എന്തെങ്കിലും? ഞങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ മാക്സിമം പറയുന്നത് 2 ആഴ്ചയാണ്. 2 ആഴ്ച നല്ല റെസ്റ്റ് എടുക്കാൻ പറയും. കാരണം അവർക്ക് ആ സമയത്ത് അസുഖങ്ങൾ വരാതിരിക്കുക, ചുമയും മറ്റ് ബുദ്ധിമുട്ടുകളും ഒക്കെ വരാതിരിക്കുന്നത് തന്നെ നല്ലത്. കാരണം ചെറുതാണെങ്കിലും മുറിവ് വെളിയിൽ കൊച്ചു മുറിവുകളേ ഉള്ളൂ, പക്ഷേ ഉള്ളിൽ നമ്മളൊരു ഓപ്പൺ സർജറിക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ എല്ലാം കരിയണം, പിടിക്കണം, ആരോഗ്യം പഴയപടിയാകണം എല്ലാ രീതിയിലും എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ 2 ആഴ്ച റെസ്റ്റ് പറയാറുണ്ട്. ബെഡ് റെസ്റ്റ് ഒന്നും വേണ്ട ആ സമയത്ത്. അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കാം. സ്ത്രീകളാണെങ്കിൽ അവർക്ക് കുളിക്കുക, അവരുടെ ആഹാരം കഴിക്കല് കാര്യങ്ങൾ, അങ്ങനത്തെ അവരുടെ ഉണ്ടല്ലോ ഡെയിലി റുട്ടീൻ കാര്യങ്ങൾക്കൊന്നും അവർക്ക് വേറൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. മറ്റ് വീട്ടിലെ ജോലികൾ അല്ലെങ്കിൽ ഭാരമുള്ള ജോലികൾ, പുറത്തു പോവുക, അങ്ങനെ യാത്രകൾ, അതൊക്കെ ആ സമയത്ത് ഒഴിവാക്കാൻ പറയാറുണ്ട്. ഈ യൂട്രസ് റിമൂവ് ചെയ്യുന്നതിനോട് കൂടി തന്നെ ഓവറീസും എല്ലാവർക്കും റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതോ അത് ഇങ്ങനെ നിലനിർത്താൻ പറ്റും? കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതെല്ലാം കൂടെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ അല്ലാതായി പോയി, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ആൾക്ക് വലിയൊരു ഭീതിയുള്ളൊരു കാര്യമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ ഓവറിയാണ് നമുക്ക് ഹോർമോൺ എല്ലാം തരുന്നത്, നമ്മുടെ സ്ത്രീത്വവും ഭംഗിയും, പിന്നെ ഒരു കുടുംബജീവിതമുള്ളവരാണെങ്കിൽ കുടുംബജീവിതം നയിക്കുന്നതിനും എല്ലാം സഹായകമായ കാര്യം ഓവറിയിൽ നിന്നുള്ള ഹോർമോണിന്റെ പ്രവർത്തനമാണ് എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് പലരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഓവറി അങ്ങ് പോകുമ്പോഴത്തേക്ക് അവരുടെ ഭാര്യാഭർത്തൃ ബന്ധത്തെ ബാധിക്കുമോ, അവരുടെ ശരീരത്തിലെ ഭംഗിയും മുടിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബാധിക്കുമോ എന്ന് ഭയങ്കര ഭീതിയുണ്ട് ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതുപോലെ ശരിക്കും പറഞ്ഞാൽ എല്ലിന്റെ തേയ്മാനം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഹാർട്ടിന്റെ പ്രൊട്ടക്ഷൻ കുറയും, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ഓവറിയുടെ പ്രവർത്തനം ഇല്ലാതാവുമ്പോഴത്തേക്ക്, ഹോർമോൺ ഇല്ലാതാവുമ്പോഴത്തേക്ക് ഈ മേഖലകളെല്ലാം ബാധിക്കാം.
പക്ഷേ നമ്മൾ 45 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളാണെങ്കിൽ അവർ നാച്ചുറൽ ഒരു മെനോപോസിലേക്ക് പോകുന്ന ഒരു കാലമാവുമല്ലോ, അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓവറി എടുത്തും വിചാരിച്ച് കുഴപ്പമില്ല. അല്ലാതെ നോർമലി 45 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് വളരെ ആവശ്യമെങ്കിൽ മാത്രമേ ഓവറി എടുക്കാവൂ എന്നുള്ളതാണ്. അത് നമ്മുടെ നിബന്ധനകളിലും എല്ലാം പറയുന്നത് അത് തന്നെയാണ്. മറിച്ച് 45 ഇയേഴ്സ് എബോ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഓവറി എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതേപോലെ തന്നെ ഇവർക്ക് പിന്നെ എന്തെങ്കിലും ഓവറിയിലെ ക്യാൻസറോ വരാൻ സാധ്യതയുണ്ട്, ഓവറിയിലാണ് സിസ്റ്റ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓവറി എടുക്കുന്നതാണ് നല്ലത്. കാരണം അത് അവിടെ ഇരുന്ന് പിന്നെ ഭാവിയിൽ ഒരു സിസ്റ്റ് ഉണ്ടാവുക, ഭാവിയിൽ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നമായി മാറുക എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അനാവശ്യമായിട്ട് ആരെങ്കിലും ഇങ്ങനെ യൂട്രസ് റിമൂവ് ചെയ്യണം അങ്ങനെ വരാറില്ലല്ലോ അല്ലേ മാം? കാരണം ഈ പറയുന്നത് പോലെ ചെറിയ ചെറിയ ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും തന്നെ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ നമ്മൾ പറയാറില്ല. അങ്ങനെ അഥവാ രോഗി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കരുത്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ എന്തായാലും ഒരു സ്ത്രീയെ സംബന്ധിച്ച് കൃത്യമായ ആർത്തവം വരുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശാരീരിക ഭംഗി എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഹോർമോണുകളും ഈ ആർത്തവം വരുന്നതും എല്ലാം അവർക്ക് എല്ലിൻ്റെ തേയ്മാനം കുറയ്ക്കാൻ, അതുപോലെ തന്നെ അവരുടെ ഹാർട്ടിൻ്റെ പ്രൊട്ടക്ഷന്, കൊളസ്ട്രോൾ അങ്ങനെ മറ്റു കാര്യങ്ങൾ കൂടാണ്ടിരിക്കാൻ, ഡയബറ്റീസ് ഒക്കെ വരാതിരിക്കാനൊക്കെ ഒത്തിരി സപ്പോർട്ടീവാണ്. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് യൂട്രസിനകത്ത് ഇടുന്ന മെറീന എന്നൊക്കെ പറഞ്ഞ് ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് മരുന്നുകളുണ്ട്, ഇൻട്രൈറ്ററി ഡിവൈസസ്, അങ്ങനെ പല 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 ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നോക്കാം. ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് കരുതിയാൽ മതി. യൂട്രസ് എടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സ്ത്രീയെ സംബന്ധിച്ച് ലാസ്റ്റ് ഓപ്ഷനായിട്ട് കരുതിയാൽ മതി. താങ്ക് യു മാം. കാരണം ഒരുപാട് അറിവുകൾ പകർന്നു തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ആക്ച്വലി പറഞ്ഞതുപോലെ കീഹോൾ സർജറി ഒക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കോമോബിഡിറ്റീസ് അങ്ങനെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഡിസ്ചാർജും പോസിബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, മിഥ്യാധാരണകളെല്ലാം ഒഴിവാക്കുക. താങ്ക് യു.